ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ച് അരുൺ സങ്കടത്തോടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അഖിലുമായി ശ്യാമ പങ്കുവെക്കുന്നു. അഖിലും അതേ ആശങ്ക ശ്യാമയോട് പറയുന്നു. ഇനിയിപ്പോ എന്തായിരിക്കും ഇതിനൊരു അവസാനം? എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് എന്ന് അരുണിന്റെയും അശ്വതിയുടെയും ജീവിതം ഏത് രീതിയിൽ ഇനി മുന്നോട്ട് പോകും എന്നതിനെ കുറിച്ചൊക്കെ ആശങ്കയോടെ അഖിലും ചിന്തിക്കുമ്പോ പെട്ടെന്ന് ശ്യാമ പറഞ്ഞു, എനിക്ക് അതിനെക്കുറിച്ച് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അഖിൽ സാർ. ഇനി എന്തൊക്കെ ഇവിടെ സംഭവിക്കാൻ പോകുന്നതെന്നും എനിക്കറിയില്ല എന്നും അഖിലിനോട് ആശങ്കയോടെ ശ്യാമ പറഞ്ഞു. എല്ലാം കേട്ട് കഴിയുമ്പോ അങ്ങനെ വിഷമിച്ചവർ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുറത്താരോ കോളിംഗ് ബെൽ അടിച്ച ശബ്ദം കേട്ടത്. ശ്യാമ പറഞ്ഞു, ഇനിയിപ്പോ ഇത് ആരായിരിക്കും വന്നത്, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് ശ്യാമ വേഗം ചെന്ന് വാതിൽ തുറന്നു. വാതിൽ തുറന്നതും മുന്നിൽ കലിയോടെ നിൽക്കുകയാണ് ജയേഷ്. ജയേഷിനെ കണ്ടതും ശ്യാമ ആകെ ഞെട്ടിത്തെറിച്ചു നോക്കി. ഉടനെ ജയേഷ് ചോദിച്ചു, എവിടെ അവൾ എവിടെ അശ്വതി? അത് കേട്ട ഉടനെ ശ്യാമ പറഞ്ഞു, അതിന് അശ്വതി ചേച്ചി ഇവിടെ ഇല്ലല്ലോ എന്ന് പറഞ്ഞതും ജയേഷ് വീണ്ടും നിർബന്ധപൂർവ്വം ചോദിച്ചു, നീ തന്നെയാണല്ലോ അവളെ ഒളിപ്പിച്ചു വെക്കുന്നത്, അതുകൊണ്ട് നിനക്കറിയാം അവൾ എവിടെയുണ്ടെന്ന്, അവൾ ഇവിടെ തന്നെ കാണും, പറയടി, അവളെ ഇങ്ങോട്ട് ഇറക്കി വിടറി എന്നൊക്കെ ജയേഷ് ദേഷ്യത്തോടെ ശ്യാമയോട് പറയുമ്പോ ശ്യാമ പറഞ്ഞു, എനിക്കറിയില്ല എവിടേക്കാണ് അശ്വതി ചേച്ചി പോയതെന്ന്. സത്യത്തിൽ അശ്വതി ചേച്ചി ഇവിടെ ഇല്ല, അത് സത്യം തന്നെയാണ് എന്ന് പറയുമ്പോ ജയേഷ് പറഞ്ഞു, അവളെ ഞാൻ ഇവിടുന്ന് തന്നെ പൊക്കും, മാറി നിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞ് ജയേഷ് അകത്തേക്ക് തള്ളിക്കയറാൻ ഒരുങ്ങുമ്പോ ശ്യാമ വാതിൽ തടഞ്ഞു. ഇല്ല, നിങ്ങളെ അകത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞതും ജയേഷ് പറഞ്ഞു, മാറി നിക്കടി അങ്ങോട്ട് എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, ഇല്ല, നിങ്ങളെ കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് ശ്യാമ വാതിൽക്ക് തന്നെ അങ്ങനെ നിൽക്കുമ്പോ അവിടേക്ക് എന്താ മോളെ എന്ന് ചോദിച്ചുകൊണ്ട് ദേവകിയും വാസുദേവനും എത്തുന്നു. ഉടനെ ജയേഷ് പറഞ്ഞു, ആഹാ, നിങ്ങൾ അച്ഛനും അമ്മയും മകളും ചേർന്ന് അവളെ ഇവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയല്ലേ, എനിക്കറിയാം, അവളെ മര്യാദയ്ക്ക് ഇങ്ങോട്ട് ഇറക്കി വിടുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടും വാസുദേവൻ പറഞ്ഞു, സാറേ, ആരിവിടെ ഉണ്ടെന്നാ പറയുന്നത്, ഇവിടെ വേറെ ആരുമില്ല, ഞങ്ങളല്ലാതെ മറ്റാരും ഇല്ല എന്ന് പറഞ്ഞതും മാറി നിക്കട അങ്ങോട്ടെന്ന് പറഞ്ഞ് വാസുദേവന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് അകത്തേക്ക് തള്ളുന്നു ജയേഷ്. അപ്പോഴേക്കും ശ്യാമയും ദേവകിയും ഞെട്ടലോടെ വാസുവേട്ട എന്ന് വിളിച്ച് ദേവകിയും അച്ഛ എന്ന് വിളിച്ച് ശ്യാമയും സങ്കടപ്പെടുമ്പോ വാസുദേവൻ അകത്തേക്ക് തെറിച്ചു വീഴാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടേക്ക് ബഹളം കെട്ട് അഖിൽ ഓടിയെത്തുകയും അഖിൽ വാസുദേവനെ താങ്ങി പിടിക്കുന്നു. അപ്പോഴേക്കും ജയേഷ് എവിടെയാണ് അവൾ എന്ന് ചോദിച്ചുകൊണ്ട് വാസുദേവന്റെ അരികിലേക്ക് വീണ്ടും പാഞ്ഞെടുക്കുമ്പോ അത് കണ്ടുനിന്ന അഖിൽ ഉടനെ ജയേഷിനെ നേരെ പാഞ്ഞെടുത്തു. വാസുദേവന്റെ ദേഹത്ത് തൊടുന്നതിന് മുൻപ് തന്നെ ജയേഷിനെ തട്ടി എറിയുന്നു അഖിൽ. അപ്പോഴേക്കും എടാ നിന്നെ ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് അഖിലിന് നേരെ വീണ്ടും ജയേഷ് തല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും ജയേഷിനെ സിറ്റൗട്ടിലേക്ക് തള്ളിയിട്ടതിന് ശേഷം അഖിൽ ഒരു ചവിട്ട് കൂടി കൊടുത്തിട്ട് പറഞ്ഞു, മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പൊക്കോ, അതാണ് നിനക്ക് നല്ലത്, നീ CI ആണെന്നൊന്നും ഞാൻ നോക്കില്ല എന്ന് പറഞ്ഞ് നിനക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടി വരുമെന്ന് ജയേഷിനെ താക്കീത് ചെയ്യുമ്പോ ഉടനെ ജയേഷ് പറഞ്ഞു, ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു, പക്ഷേ ഞാൻ ഉടനെ ഇങ്ങ് വരുവടാ, നീ നോക്കിക്കോ, ഈ ജയേഷ പറയുന്നത്, നിന്നെയും ഇവളെയും ഈ ശ്യാമയെയും ഞാൻ വെറുതെ വിടില്ല, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ തീർച്ചയായിട്ടും എന്നോട് ഈ ചെയ്തതിന് തീർച്ചയായിട്ടും നിന്നെ കൊണ്ടൊക്കെ ഞാൻ പറയിപ്പിച്ചിരിക്കും, നോക്കിക്കോടാ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ജയേഷ് കരുതുള്ളിപ്പോയി. അപ്പോഴേക്കും ശ്യാമയും അഖിലും എല്ലാവരും ജയേഷിന്റെ ആ പ്രവൃത്തിയിൽ പെട്ടെന്ന് ആശങ്കയോടെ നിന്നു. പിറ്റേ ദിവസം ശ്യാമയുടെ ഫോണിലേക്ക് GK സാറ് വിളിക്കുന്നു. ശ്യാമ കോൾ എടുത്തതും GK സാറ് ചോദിച്ചു, ശ്യാമ ഇപ്പൊ എവിടെയാണ്? ഉടനെ ശ്യാമ പറഞ്ഞു, സർ ഞങ്ങൾ വീട്ടിലുണ്ടല്ലോ എന്ന് പറഞ്ഞതും ഉടനെ GK സാർ ചോദിച്ചു, അപ്പൊ ശ്യാമ ഇന്ന് വരുന്നില്ലേ? ഇന്നലെ ആ മ്യൂസിക് റിയാലിറ്റി ഷോയുടെ ഓഡിഷൻ, അപ്പോ ശ്യാമ പങ്കെടുക്കുന്നില്ലേ എന്ന് ചോദിച്ചതും ശ്യാമ പറഞ്ഞു, ഉണ്ട് സർ, ഞങ്ങൾ റെഡിയാകാൻ തുടങ്ങുകയായിരുന്നു എന്ന് പറഞ്ഞതും ശരി, ശ്യാമ വേഗം റെഡിയായി വന്നോളൂ, അവിടെ എത്തുമ്പോ ശ്യാമയ്ക്ക് ഒരു സർപ്രൈസ് ഉണ്ട് എന്ന് പറഞ്ഞതും ശ്യാമ ചോദിച്ചു, എന്താ സർ, എന്താ സർപ്രൈസ് എന്ന് ആശങ്കയോടെ ശ്യാമ ചോദിക്കുമ്പോ ഉടനെ GK സാറ് പറഞ്ഞു, അത് സർപ്രൈസ് ശ്യാമേ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അയ്യോ സാർ ഇങ്ങനെ സർപ്രൈസ് എന്ന് പറഞ്ഞപ്പോ എന്താന്ന് അറിയാൻ ഒരു മനസ്സിന് വല്ലാത്തൊരു ആകാംക്ഷ എന്ന് ശ്യാമ അറിയിച്ചു. ഉടനെ ശ്യാമയോട് അദ്ദേഹം പറഞ്ഞു, എന്നാ ശരി, ശ്യാമയുടെ ആകാംക്ഷ ഞാൻ എന്തായാലും നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അതെ, ഓഡിഷനിൽ എത്തുമ്പോഴേ അവിടെയുള്ള ജഡ്ജസ്മാരിൽ ഒരാൾ ഞാനാണ് കേട്ടോ എന്ന് GK സാർ അറിയിച്ചതും ശ്യാമയ്ക്ക് വലിയ സന്തോഷമായി. ആണോ സാർ എന്ന് ആകാംക്ഷയോട് ചോദിക്കുകയും ശരി സാർ, ഞങ്ങൾ ഉടനെ തന്നെ എത്താമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അപ്പോഴേക്കും അഖിൽ ശ്യാമയുടെ അരികിലേക്ക് എത്തി. എന്നാൽ ശ്യാമയും അഖിലും തമ്മിലുള്ള സംസാരം ആ നിമിഷം അപ്പുറത്ത് മാറി നിന്ന് ജനലിനരികിൽ നിന്നുകൊണ്ട് ജയന്തി ശ്രദ്ധിച്ചു. ജയന്തി അത് കേട്ടുകൊണ്ട് നിൽക്കുമ്പോൾ അഖിൽ അരികിലേക്ക് എത്തിയും ശ്യാമയോട് അഖിൽ ചോദിച്ചു, അല്ല ശ്യാമ, ആരാ വിളിച്ചത്? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, അതെ, GK സാറാ വിളിച്ചത്, സാറ് പറഞ്ഞെന്തെന്നറിയോ,
ഇന്നത്തെ ഓഡീഷനിലെ ജഡ്ജസിൽ ഒരാൾ സാറാണെന്നാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ചെല്ലാനായി കാത്തിരിക്കുക. സാർ അങ്ങോട്ട് പുറപ്പെട്ടു എന്ന് പറഞ്ഞു. ഉടനെ അഖിൽ പറഞ്ഞു, ആ കൊള്ളാവല്ലോ, എന്നാ ശരി, താൻ വേഗം ചെല്ല്. പെട്ടെന്ന് തന്നെ ഞാൻ ആ വാങ്ങിച്ചു തന്ന ആ പുതിയ ഡ്രസ് ഇട്ടോണ്ട് വാ എന്ന്, ആ സ്പെഷ്യൽ ഡ്രസ് ഇട്ട് വേഗം താൻ റെഡിയാകുക എന്ന് ശ്യാമയോട് പറഞ്ഞിടും. ശരി സാർ, ഞാൻ ദാ ഇപ്പൊ വരുന്നു എന്ന് പറഞ്ഞ് ശ്യാമ അകത്തേക്ക് പോകുന്നു. അപ്പോഴേക്കും ജയന്തി മനസ്സിൽ ഉറപ്പിച്ച്, ശരി, അവൾ ഓഡീഷന് പോകുന്നു, ഞാൻ ശരിയാക്കി തരാം എന്നൊക്കെ മനസ്സിലങ്ങനെ കുശുമ്പ് ആലോചിച്ചുകൊണ്ട് ജയന്തി നിൽക്കുമ്പോ ആനന്ദ നിലയത്തിൽ വിവരങ്ങളൊക്കെ അറിഞ്ഞു. ഐശ്വര്യ അറിഞ്ഞ ആ നിമിഷം തന്നെ വേഗം വസുന്ധരയുടെ അരികിലേക്ക് എത്തുന്നു. വസുന്ധര മൊബൈലുകളിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴേക്കും അരികിലേക്ക് എത്തിയ ഐശ്വര്യ പറഞ്ഞു, എന്റെ അമ്മേ, എല്ലാം അവസാനിക്കാൻ പോവാ, അമ്മ ഇവിടെ ഇരുന്നോ, വലിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു, ഒരു അത്ഭുതം തന്നെ നടക്കാൻ പോവാ എന്ന് പറഞ്ഞതും ഇത് കേട്ട ഉടനെ വസുന്ധര ചോദിച്ചു, അത്ഭുതമോ, എന്ത് അത്ഭുതം, എന്തായാലും പറ ഐശ്വര്യയെ എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, അമ്മേ, വേറൊന്നുമല്ല, ആ ശ്യാമയുണ്ടല്ലോ, അവൾ ഇന്ന് ആ മ്യൂസിക് ഓഡിഷന് പോകാൻ തയ്യാറായി നിൽക്കുകയാണ്, അവൾ റെഡിയാകുന്നു. അതറിഞ്ഞതും വസുന്ധര ചോദിച്ചു, ഇത് ആരാ പറഞ്ഞത്? വേറെ ആരുമല്ലമ്മേ, ഞാൻ അഖിലിന്റെ വിവരം അറിയാനായി ആ ജയന്തിയെ വിളിച്ചിരുന്നു. അപ്പോ ആ ജയന്തിയാണ് പറഞ്ഞത് അവൾ അവിടെ റെഡിയാവുകയാണെന്ന്. അമ്മേ, ഇതൊരു കാരണവശാലും അവൾ ഈ ഓഡിഷന് പങ്കെടുക്കാൻ പാടില്ല. അവളുടെ ശബ്ദത്തെ കുറിച്ച് അമ്മയ്ക്ക് അറിയാമല്ലോ. ഓഡിഷനിൽ പങ്കെടുത്താൽ അവൾ തീർച്ചയായിട്ടും സെലക്ട് ആകും. പിന്നെ അവളുടെ അഹങ്കാരം മുഴുവൻ നമ്മൾ കാണേണ്ടി വരും. പിന്നെ ഒരിക്കലും അമ്മയ്ക്ക് അമ്മയുടെ അഖിലിനെ തിരികെ കിട്ടില്ല. അത് മാത്രമല്ല, അമ്മ പിന്നെ അവളുടെ വാക്കുകൾ കേട്ട് അവളുടെ മുന്നിൽ അവളുടെ അടിമയായി ജീവിക്കേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ എന്റെ അമ്മയ്ക്ക് ഉണ്ടാകുന്നത് എനിക്ക് സഹിക്കാൻ കൂടി കഴിയുന്നില്ലമ്മേ. അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഒരിക്കലും അമ്മയ്ക്ക് ഉണ്ടാകരുത്. അതുകൊണ്ട് തന്നെ അമ്മ ഈ ഓഡീഷന് അവളെ പങ്കെടുപ്പിക്കാതിരിക്കാനുള്ള വഴി നമ്മൾ നോക്കണം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും വസുന്ധര അതിനെക്കുറിച്ച് ആലോചിച്ചു. ഉടനെ ശ്യാമയെ ഈ ഓഡിഷനെ പങ്കെടുപ്പിക്കാതിരിക്കണമെങ്കിൽ അവൾ അതിനുവേണ്ടി പുറപ്പെടുന്നതിന് മുൻപേ അവളെ അതിനെ തടയണം. അതിനെന്താ പോംവഴി എന്ന് ആലോചിച്ചതും അവൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വസുന്ധര പറഞ്ഞു. അവൾക്ക് ഈ ഓഡിഷന് പോകാനായിട്ട് ഓഡിഷന് പോയാൽ അവൾ ജയിക്കുമോ എന്ന് തീർച്ചയായിട്ടും വസുന്ധരയോട് ഐശ്വര്യ പറഞ്ഞു. അത് ഉറപ്പല്ലേ അമ്മേ, അവൾ ജയിക്കും, അവൾക്ക് അതിൽ ഇടവും കിട്ടും, അതറിയാവല്ലോ, അവളുടെ ശബ്ദത്തെ കുറിച്ച് നമ്മൾ അറിഞ്ഞതല്ലേ എന്ന് പറഞ്ഞതും ഉടനെ വസുന്ധര അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുമ്പോ ഐശ്വര്യയുടെ വാക്കുകൂടി കേട്ടതോടെ വസുന്ധര പറഞ്ഞു, അവൾ വീട്ടിൽ നിന്ന് പുറപ്പെടാൻ പാടില്ല, അതിന് പറ്റിയ എന്തെങ്കിലും ഒരു വഴി കാണണം. അവൾ അഖിൽ വാങ്ങിച്ചു കൊടുത്ത സ്പെഷ്യൽ ഡ്രസ് ഇടാൻ പോവുകയാണ് എന്ന് ഐശ്വര്യ വസുന്ധരയോട് അറിയിച്ചു. അത് കേട്ടതും വസുന്ധര അങ്ങനെ പറഞ്ഞത് കേട്ട് ഐശ്വര്യയോട് വസുന്ധര പറഞ്ഞു, എന്നാൽ പിന്നെ ആ ഡ്രസ്സ് തന്നെ അവൾക്ക് ഇല്ലാതായാൽ പിന്നെ തീർന്നില്ലേ, അതിനുള്ള പോംവഴി നീ ആലോചിക്കും. അപ്പോഴേക്കും പെട്ടെന്ന് കുറച്ചു നേരത്തേക്ക് ആലോചിച്ചതിന് ശേഷം ഐശ്വര്യ പറഞ്ഞു, അമ്മേ, അതിന് പറ്റിയ ആള് ആ ജയന്തി തന്നെയാണ്. അവൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കാനുള്ള പണി അവൾ ചെയ്തോളും. അതെ, ഞാൻ എന്തായാലും അവളെ വിളിക്കട്ടെ എന്ന് പറഞ്ഞ് ഉടനെ ജയന്തിയുടെ ഫോണിലേക്ക് ഐശ്വര്യ വിളിക്കുന്നു. ജയന്തി പുറത്ത് മാറി നിന്ന് കോൾ എടുത്തു. ശ്യാമ എവിടെ എന്ന് ചോദിച്ചതും, അവൾ കുളിക്കാൻ കയറിയിരിക്കുകയാണ്, ഉടനെ തന്നെ അവൾ റെഡിയായി പോകും, ഇന്ന് അവളുടെ ഓഡിഷൻ അല്ലേ, അതിനൊക്കെ റെഡിയാവുകയാണ് എന്ന് പറഞ്ഞതും ഐശ്വര്യയുടെ വാക്ക് കേട്ട ഉടനെ ജയന്തി അങ്ങനെ പറഞ്ഞത് കേട്ട് ഐശ്വര്യ പറഞ്ഞു, അതെ ജയന്തി, നീ ഒരു കാര്യം മനസ്സിലാക്കണം, അവൾ ആ ഓഡീഷനിൽ പങ്കെടുത്താൽ അവൾക്ക് സെലക്ഷൻ കിട്ടിയാൽ പിന്നെ അറിയാവല്ലോ, ഇപ്പൊ തന്നെ നിനക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല, നീ സത്യത്തിൽ അങ്ങനെയൊന്നും കഴിയേണ്ടവളല്ല, പിന്നെ ശ്യാമയുടെ അഹങ്കാരം കൂടി നീ കാണേണ്ടി വരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, ഒരു കാരണവശാലും അവൾ ഈ ഓഡിഷനിൽ പങ്കെടുക്കാൻ പാടില്ല, അവൾ ഇതിൽ പങ്കെടുക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് നീ ചെയ്യേണ്ടത് എന്ന ജയന്തിയോട് ഉടനെ ഐശ്വര്യ പറഞ്ഞു കൊടുത്തു. അത് കേട്ടതും ജയന്തി പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഐശ്വര്യക്കൊക്കെ അത് തോന്നിയല്ലോ, ഞാൻ ഇവിടെ രാജകുമാരിയെ പോലെ കഴിയേണ്ടതാണെന്ന്, പക്ഷെ ഇവിടെയുള്ള ആർക്കും അങ്ങനെ ഒരു ചിന്താഗതിയേ ഇല്ല എന്ന് പറഞ്ഞതും ഐശ്വര്യ പറഞ്ഞു, എനിക്ക് ജയന്തിയെ വലിയ ഇഷ്ടമാ, അതുകൊണ്ടല്ലേ ഞാൻ ജയന്തിയുടെ കാര്യമൊക്കെ ഓർത്ത് ആശങ്കയോട് ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്തായാലും ശ്യാമ ഈ ഓഡീഷനിൽ പങ്കെടുക്കരുത്, അങ്ങനെ പങ്കെടുത്താൽ അത് ഒരു കാര്യം ഉറപ്പാണ്, ജയന്തിയുടെ ജീവിതം തന്നെ തകർത്ത് കളയും, അത് തീർച്ച എന്ന് പറഞ്ഞത്. അപ്പോഴേക്കും ജയന്തി പറഞ്ഞു, ഞാൻ ഇനി വിചാരിച്ച എന്ത് ചെയ്യാനാ, അവൾ ഓഡിഷനിൽ പോകാൻ റെഡി ആവുകയല്ലേ, അഖില് വാങ്ങിച്ചു കൊടുത്ത ആ സ്പെഷ്യൽ ഡ്രസ്സൊക്കെ ഇടുകയാണ്, പളുപളാന്ന് തിളങ്ങുന്ന ഡ്രസ് ഇട്ടുകൊണ്ട് പോകാനാ റെഡി ആവുന്നത് എന്ന് പറഞ്ഞതും ജയന്തി, അതിനൊരു പോംവഴിയുണ്ട്, ഞാൻ പറയുന്നത് പോലെ നീ ചെയ്താൽ മതി എന്ന് ഐശ്വര്യ ജയന്തിയോട് പറഞ്ഞു. അല്ല, എന്താ ഞാൻ ചെയ്യേണ്ടത് എന്ന് ജയന്തി ചോദിച്ചതും ഐശ്വര്യ ജയന്തിക്ക് അതിനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തു. അത് കേട്ടതും ജയന്തി കുറച്ചു നേരത്തേക്ക് ശരി, ഓക്കെ, അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ എന്ന് ചോദിച്ചതും ജയന്തി പറഞ്ഞു, കൊള്ളാം, നല്ല ഐഡിയ ആണ് ഐശ്വര്യ, ഇതെനിക്ക് ചെയ്യാൻ പറ്റും, ഞാൻ റെഡിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അതിനുശേഷം വേഗം ഐശ്വര്യ പറഞ്ഞതുപോലെ ജയന്തി ശ്യാമയുടെ റൂമിലേക്ക് ചെല്ലുന്നു. ശ്യാമ അവിടെ കുളി കഴിഞ്ഞ് വന്ന് ഇടാനായി വെച്ചിരിക്കുന്ന ആ ഡ്രസ്സ് നോക്കി വേഗം തന്നെ അവിടെ വെച്ചിരിക്കുന്ന ആ തയ്യൽ മെഷീന് മുകളിൽ വെച്ച കത്രികയും കൈക്കലാക്കിക്കൊണ്ട് വേഗം തന്നെ ഇതുകൊണ്ടാണ് പണിയുള്ളത് എന്ന് ആലോചിച്ച് ചെയ്തു നിന്നു. അപ്പോഴേക്കും ശ്യാമ റെഡിയായി വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായി റൂമിലേക്ക് എത്തി.
ശ്യാമ ഉടുക്കാനായി ആ സാരി എടുക്കാൻ തുടങ്ങിയത്. സാരി എടുത്ത് നിവർത്തി നോക്കുമ്പോ അത് മുഴുവൻ എല്ലാം ഓരോ സൈഡും കത്രിക വെച്ച് കണ്ടിച്ച് വെച്ചിരിക്കുന്നത് ശ്യാമ കാണുന്നു. ഇതെല്ലാം കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന ജയന്തി അത് കണ്ടുകൊണ്ട് അങ്ങനെ ആസ്വദിച്ചു നിന്നു. നീ ഇതിട്ടുണ്ട് എങ്ങനെയാടി പോകുന്നത് എന്ന് ആലോചിച്ച് അങ്ങനെ ജയന്തി നിൽക്കുന്നു. ശ്യാമ ആകെ ടെൻഷനോടെ അതെടുത്ത് മാറ്റി വെച്ചതും അമ്മേ എന്ന് ഉറക്കെ ദേവകിയെ വിളിച്ചു. അമ്മ ഒന്നിങ്ങി വന്നേ എന്ന് പറഞ്ഞ് നിലവിളിച്ചതിനു ശേഷം ശ്യാമ തന്റെ കബോർഡിലിരിക്കുന്ന അടുത്ത സാരി എടുത്തു നോക്കി. അതും അതുപോലെ തന്നെ കണ്ടിച്ചു വെച്ചിരിക്കുന്നത് ശ്യാമ കാണുന്നു. അടുത്ത സാരി എടുത്തു നോക്കുമ്പോൾ എല്ലാ സാരിയിലും അതേ അവസ്ഥയാണ്. എല്ലാം കത്രിക കൊണ്ട് കണ്ടിച്ചതുപോലെ. ഇതെല്ലാം കണ്ടുകൊണ്ട് അവിടേക്ക് ദേവകിയും വാസുദേവനും കൂടി എത്തി. എന്താ എന്താ മോളെ വിളിച്ചത് എന്ന് ചോദിച്ച് ദേവകി വന്നതും ഉടനെ ശ്യാമ പറഞ്ഞു, അമ്മേ ഇത് കണ്ടില്ലേ, ഞാൻ ഓഡിഷന് പോകാനായി എടുത്തു വെച്ചിരുന്ന ഈ സാരിയിൽ ആരോ കണ്ടിച്ചതുപോലെ, ഇത് കണ്ടോ, എല്ലാം കത്രിക വെച്ച് കണ്ടിച്ചു വെച്ചിരിക്കുന്ന പോലെ, അമ്മയെ നോക്കിക്കേ എന്ന് പറഞ്ഞതും വാസുദേവൻ പറഞ്ഞു, ഇത് കീറിയിരിക്കുന്നത് കത്രിക വെച്ചുള്ള കീറല തന്നെയാ, അത് തീർച്ചയാണ്, മനഃപൂർവ്വം ആരോ ഇത് കണ്ടിച്ചതാണ്, അത് തീർച്ച എന്ന് പറഞ്ഞതും എല്ലാ സാരിയും അങ്ങനെയാണ് അമ്മേ എന്ന് ശ്യാമ സങ്കടപ്പെട്ടു. അത് കേട്ട ഉടനെ വാസ്തവം പറഞ്ഞു, ഇതിപ്പോ ആരാ ഇങ്ങനെ ചെയ്തത്? അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഇന്ന് ഓഡീഷന് പോകാനായി പാവം അഖിൽ സാർ എങ്ങനെയോ കഷ്ടപ്പെട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതാ ഈ പുതിയ സാരി, അതിന്റെ അവസ്ഥ കണ്ടില്ലേ അമ്മേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടു. ഇതെല്ലാം ദേവകി പരിശോധിച്ചിട്ട് പറഞ്ഞു, ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് അവളാണ്, ആ ജയന്തി, അവൾ തന്നെ ഇത് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ദേവകി വേഗം കലിയോടെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോഴേക്കും ഉടനെ ജയന്തിയുടെ ഈ പ്രവൃത്തി കണ്ട് ശ്യാമ പറഞ്ഞു, അച്ഛാ ഇങ്ങനെ ജയന്തി എടുത്ത് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ട് എന്ത് നേടാനാണ് അച്ഛാ എന്ന് പറഞ്ഞ് ശ്യാമ സങ്കടപ്പെട്ടു. പാവം അഖിൽ സാർ ഇപ്പൊ വരും, ഞാൻ ഇനി എന്ത് ചെയ്യും, എന്ത് പറയാ പാവത്തിനോട് എന്ന് പറഞ്ഞ് ശ്യാമ സങ്കടപ്പെട്ടു. അപ്പോഴേക്കും ദേവകി ജയന്തി അന്വേഷിച്ച് എത്തി. ജയന്തി ജയന്തി എന്ന് വിളിച്ച് വീടാകെ അന്വേഷിച്ചു. ജയന്തി അപ്പോഴേക്കും വേഗം പുറത്തേക്ക് ഇറങ്ങി. ഈ തള്ളയ്ക്ക് വേറെ പണിയൊന്നുമില്ല, ആ നാശങ്ങൾ കണ്ടുപിടിച്ചു, ഇത് ഞാനാ ചെയ്തത് എന്ന് അങ്ങനെ ആലോചിച്ചുകൊണ്ട് ജയന്തി വേഗം ആ പൂന്തോട്ടത്തിലേക്ക് ഓടുന്നു. അപ്പോഴേക്കും പിന്നാലെ എത്തി ദേവകി അത് കണ്ടു. ജയന്തി നീ എങ്ങോട്ടായി ഓടുന്നത്, അവിടെ നിക്കടി എന്ന് പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് പിടികൂടാൻ ഞാൻ നിന്ന് തരികയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ജയന്തി വേഗം അവിടുന്ന് വീണ്ടും ഓടിപ്പോന്നു. അപ്പോഴേക്കും അവസാനം ആ ചെടിയിലൊക്കെ ഇങ്ങനെ തലോടിക്കൊണ്ട് ജയന്തി നിൽക്കുമ്പോഴേക്കും ദേവകി അവിടേക്ക് എത്തി. ജയന്തി ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞതും ജയന്തി ഉടനെ വന്ന് ചോദിച്ചു, എന്താ അമ്മേ, എന്തിനാ എന്നെ വിളിച്ചത് എന്ന് ചോദിച്ചതും എന്താ കാര്യം എന്ന് ചോദിച്ചതും എന്താ അമ്മ ചായ ഉണ്ടാക്കിയോ, എനിക്കുള്ള ചായ ആയോ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് ജയന്തി അരികിലേക്ക് വന്നതും പിന്നെ നിനക്കുള്ള ചായ ഇപ്പൊ ഞാൻ ചായ തരാം, അല്ല നീ എന്തിനാ എന്റെ മോളുടെ ആ സാരി എല്ലാം കണ്ടിച്ചു വെച്ചത് എന്ന് ശ്യാമ ദേഷ്യത്തോടെ ശ്യാമയുടെ ആ സാരി എല്ലാം കട്ട് ചെയ്തതിനെ കുറിച്ച് ദേവകി അന്വേഷിച്ചു. അപ്പോഴേക്കും ദേവകിയുടെ ചോദ്യം കേട്ട് വിഷമത്തോടെ ശ്യാമയുടെ സാരിയൊക്കെ കട്ട് ചെയ്തെന്നോ, ആര്, ഞാനൊന്നും അങ്ങനെ ചെയ്തില്ല, ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് എന്നെല്ലാം ജയന്തി സംശയത്തോടെ പറഞ്ഞു. അപ്പോഴേക്കും വാസുദേവനും ശ്യാമയും കൂടി അവിടേക്ക് എത്തി. ജയന്തി എടുത്തി അല്ല കട്ട് ചെയ്തത് അല്ലെ, എടുത്തിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല എന്ന് ശ്യാമ വന്ന് അന്വേഷിച്ചു. അപ്പോഴേക്കും ജയന്തി പറഞ്ഞു, എന്റെ അമ്മേ ഞാൻ ഇവിടെ വന്ന് നിൽക്കുകയല്ലേ, പിന്നെ എങ്ങനെ ഞാനത് കണ്ടിക്കുന്നത് എന്ന് ചോദിച്ചതും വാസുദേവൻ പറഞ്ഞു, അതെ നീ തന്നെയായി ചെയ്തത്. അപ്പോഴേക്കും ഉടനെ ജയന്തി പറഞ്ഞു, എന്റെ അമ്മേ ഈ ശ്യാമയാണെങ്കിൽ എന്റെ ഈ നിൽക്കുന്ന അച്ഛനാണെങ്കിൽ ഈ അമ്മയാണെങ്കിൽ സത്യം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ശ്യാമ ചോദിച്ചു, അതെ എടുത്തി ചെയ്തിട്ടില്ല അല്ലെ, എടുത്തിക്ക് അതിനെ കുറിച്ച് ഒന്നും അറിയില്ല അല്ലെ, ശരി ഞാൻ നോക്കാം എന്ന് പറഞ്ഞ് ശ്യാമ വേഗം അവിടെ നിന്ന് ഇറങ്ങുന്നു. ശ്യാമ എന്താ ചെയ്യുന്നതെന്ന് അറിയാനായി ആശങ്കയോടെ ജയന്തി ചോദിച്ചു, നീ എന്താ കാണിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചിട്ടും ഇപ്പൊ കാണിച്ചു തരാം ഏട്ടത്തി എന്ന് പറഞ്ഞ് ശ്യാമ വേഗം ജയന്തിയുടെ റൂമിലേക്ക് പോയി. വാസുദേവനും ഒപ്പം ദേവകിയും കൂടി അവിടേക്ക് വന്നു. എന്താ മോളെ, എന്താ നീ ചെയ്യുന്നതെന്ന് ചോദിച്ചതും അവിടെ ഇരുന്ന ജയന്തിയുടെ കബോർഡിലിരുന്ന സാരികൾ മുഴുവൻ ശ്യാമ വേഗം വലിച്ച് താഴേക്കിടുന്നു. അവിടേക്ക് ഇട്ടതും എന്താ മോൾ നീ ചെയ്യാൻ പോകുന്നത് എന്ന് അവർ ഇരുവരും ചോദിച്ചു. ഉടനെ ശ്യാമ അവിടുന്ന് ഒരു തീപ്പെട്ടി കണ്ടെത്തി. അതിലെ ആ തീപ്പെട്ടി ഉരച്ചിട്ട് ശ്യാമ ആ കൊള്ളി കയ്യിൽ പിടിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ഇത് കണ്ടതോടെ അവിടേക്ക് ജയന്തി എത്തി. എന്താ ശ്യാമ ചെയ്യാൻ പോകുന്നതെന്ന് അറിയാനേ ജയന്തി അവിടേക്ക് വന്നു കയറിയതും ഉടനെ ശ്യാമ ആ തീപ്പെട്ടിക്കൊള്ളി ഉരച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്നത് കണ്ട് ജയന്തിക്ക് വലിയ സന്തോഷമായി. ഓഹോ, ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അവള് തീ കത്തിച്ച് ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുകയാണ്, നന്നായി പോയി എന്നിങ്ങനെ മനസ്സ് ചിന്തിച്ചുകൊണ്ട് ശ്യാമയെ മരിക്കാൻ പോകുന്നു എന്നുള്ള സന്തോഷത്തിൽ മൂക്കത്ത് കൈയും വെച്ച് ജയന്തി വളരെ സന്തോഷത്തോടെ തലകുലിക്കൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് താഴേക്ക് നോക്കിയപ്പോഴാണ് ജയന്തി കണ്ടത് താഴെ തന്റെ സാരികളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് കണ്ടതോടെ ജയന്തിക്ക് ആകെ ടെൻഷന്. അയ്യോ എന്റെ സാരി, എന്റെ ദൈവമേ എന്ന് നെഞ്ചത്ത് കൈ വെച്ചുകൊണ്ട് ജയന്തി അവിടേക്ക് ഓടിയെത്തി. ശ്യാമയെ കത്തിക്കല്ലെന്ന് പറഞ്ഞ് ഇത് എന്റെ നല്ല സാരികളാ എന്ന് പറഞ്ഞ് ജയന്തി ബഹളം വെച്ചു. അപ്പോഴേക്കും ശ്യാമ പറഞ്ഞു, ഞാനേ ഇത് കത്തിച്ച് കളയാൻ പോവാ, കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ശ്യാമ തീപ്പെട്ടി എടുത്തുവെന്നും ഉടനെ ജയന്തി ആ കൊള്ളി ഊതിക്കളഞ്ഞു. കെടുത്തി കളഞ്ഞതും വീണ്ടും ശ്യാമ അടുത്ത തീപ്പെട്ടി എടുത്ത് കൊള്ളി എടുത്തുകൊണ്ട് ഒരയ്ക്കാനെ ഒരുങ്ങിയത്. ജയന്തി പറഞ്ഞു, ശ്യാമേ നീ അങ്ങനെ ചെയ്യല്ലേ ശ്യാമേ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, ശരി എനിക്ക് 1 മണിക്കൂറിനകം ഇപ്പൊ തന്നെ എനിക്ക് പുതിയ സാരി വേണം, ഇപ്പൊ നിങ്ങൾ മേടിച്ചുകൊണ്ട് വരണം, എനിക്ക് ഓഡീഷന് പോകാനുള്ളതാ എന്ന് പറഞ്ഞതും ഉടനെ ജയന്തി പറഞ്ഞു, അയ്യോ ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞതും ശരി എന്നാലേ ഞാനേ ഇത് മുഴുവൻ കത്തിക്കാൻ പോവാ എന്ന് പറഞ്ഞ് ശ്യാമ അത് കത്തിക്കാനായി വീണ്ടും തീപ്പെട്ടിക്കൊള്ളി എടുത്തതും
ജയന്തി പറഞ്ഞു, അയ്യോ ശ്യാമേ എന്ന് പറഞ്ഞ് ആകെ വിഷമിച്ച് തല കുനിച്ചതും, 1 മണിക്കൂർ അതിനുള്ളിൽ എനിക്ക് സാരി പുതിയത് കിട്ടിയിരിക്കണം, വേഗം പൊക്കോ നിങ്ങള് എന്ന് പറഞ്ഞ് ജയന്തി ഓടിച്ചു വിടുന്നു. ജയന്തി പറഞ്ഞു, ശരി ശരി, ഞാൻ ഇപ്പൊ മേടിച്ചോണ്ട് വരാം, 1 മിനിറ്റ്, ഇപ്പൊ ഞാൻ വരാം എന്ന് പറഞ്ഞ് ജയന്തി അവിടെ നിന്ന് പോകുന്നു. അപ്പോഴേക്കും ശ്യാമ ആകെ സങ്കടത്തോടെ, എനിക്ക് വിധിയില്ല, ഈ ഓഡിഷനിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, എന്റെ അവസ്ഥ, എന്റെ വിധി ഇങ്ങനെയാണല്ലോ എന്റെ കൃഷ്ണ എന്നെല്ലാം പറഞ്ഞ് ശ്യാമ സഹതപിച്ച് സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ ഇരുന്നു. അപ്പോഴേക്കും അവിടേക്ക് അഖിലെത്തി. ശ്യാമ, എന്താടോ, എന്താ പറ്റിയത്? ജയന്തി എടുത്തി പെട്ടെന്ന് ഓടിപ്പോകുന്നത് കണ്ടല്ലോ, എന്താ സംഭവിച്ചത്? താൻ എന്താ റെഡിയാകാത്തത് എന്ന് അഖിൽ വന്ന് അന്വേഷിച്ചു. ശ്യാമ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട്, എന്താ കാര്യം എന്ന് ചോദിച്ചതും വാസുദേവൻ പറഞ്ഞു, മോനെ, മോൻ വാങ്ങിച്ചു കൊടുത്ത ആ സാരിയില്ലേ, അതാ ജയന്തി കത്രിക കൊണ്ട് മുറിച്ചു കളഞ്ഞു, കണ്ടിച്ചു വെച്ചിരിക്കുക എല്ലാ സാരിയും. അതുപോലെ ഒരു സാരി പോലും ശ്യാമയ്ക്ക് ഇപ്പൊ ഇട്ടുകൊണ്ട് പോകാനില്ലാത്ത അവസ്ഥയിൽ എല്ലാം കത്രിക വെച്ച് കണ്ടിച്ചിരിക്കുക എന്ന് പറഞ്ഞതും അഖില് ശ്യാമയോട് പറഞ്ഞു, എടോ സാരയില്ല എന്ന് പറഞ്ഞതും ജയന്തി പുതിയത് വാങ്ങിക്കാൻ പോയിരിക്കുകയാണെന്ന് അറിയിച്ചു. അപ്പോഴേക്കും അഖിൽ പറഞ്ഞു, എടോ താൻ എഴുന്നേറ്റ് വേഗം റെഡി ആയിക്കേ, അവര് സാരി പുതിയ മേടിച്ചോണ്ട് വരുന്നവരെ കാത്തിരിക്കാൻ നമുക്ക് സമയമില്ല, നമുക്ക് ഇറങ്ങാം, താൻ വേഗം വാ എന്ന് പറഞ്ഞതും ശ്യാമ പറഞ്ഞു, അവിടെ ഓഡീഷൻ അല്ലേ സാറേ നടക്കുന്നത്, ഒരു നല്ല ഡ്രസ്സെങ്കിലും ഇട്ടുകൊണ്ട് വേണ്ടേ അവിടേക്ക് പോകാൻ എന്ന് പറഞ്ഞതും, എനിക്ക് ഇതിനൊന്നും വിധിയില്ല, ഞാൻ എനിക്ക് ഈ ഓഡിഷനിൽ പങ്കെടുക്കാനുള്ള യോഗമില്ല സാറേ, എനിക്കല്ലാതെ നല്ലതൊന്നും എനിക്ക് വിധിച്ചിട്ടില്ല എന്ന് ശ്യാമ സങ്കടപ്പെടുമ്പോ ഉടനെ അഖിൽ പറഞ്ഞു, ആരാ പറഞ്ഞത്? എടോ, നമ്മളെ ആര് തോപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മൾ തോക്കില്ല, താൻ ധൈര്യമായിട്ടിരിക്കുക എന്ന് അഖിൽ ശ്യാമയെ ആശ്വസിപ്പിക്കുന്നു.